ചൈന ടൗണിലെയും പിന്നെ ഇവിടുത്തെ ഒരു അടിപൊളി ഫുഡ് സ്ട്രീറ്റായ ബുക്കിത് ബിന്താങ്ങിലെയും വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കൊലാലംപൂർ അടുത്ത 3 ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റ് ഒന്ന് കാണാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ്. നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാനും ഭക്ഷണം കഴിക്കാനുള്ളതും അതുപോലെ TV കാണാനുള്ള എല്ലാം ഒറ്റതായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇവർ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. 3 പേർക്ക് 4 പേർക്കോളം ഇവിടെ കിടക്കാവുന്ന സൗകര്യമുണ്ട്. പിന്നെ വേറൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഇവിടെയും 2-3 പേർക്ക് കിടക്കാം. ഇതെല്ലാം സെൽഫ് ചെക്കിനാണ്. നമുക്കെല്ലാം ഫിംഗർ പ്രിൻ്റ് ആക്സസ് തന്നിട്ടുണ്ടായിരിക്കും. ഫേസ് ID താഴെ രജിസ്റ്റർ ചെയ്യണം. നമുക്കിവിടെ ഒരു ബാത്റൂമേ വരുന്നുള്ളൂ. പക്ഷേ അവർ ഷവർ ഏരിയയും ടോയ്ലറ്റ് ഏരിയയും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. രണ്ടും സെപ്പറേറ്റ് റൂമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4-5 പേരൊക്കെ വരുവാണെങ്കിലും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലീൻ എല്ലാമാണ്. ടോയ്ലറ്ററീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു കിച്ചണാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ടായിരുന്നു, അത് താഴെ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ്, മൈക്രോവേവ് എല്ലാം ഉണ്ട്. നമുക്ക് സുഖമായിട്ട് ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് എല്ലാം നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. പ്ലേറ്റും കട്ട്ലറീസും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേതായാലും നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇവിടെ കൊലാലംപൂരിലെ ഒരു ഏറ്റവും മെയിൻ ഫുഡ് സ്ട്രീറ്റായ ബുക്കിത് ബിന്താങ്ങിൻ്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത്. അതുകൊണ്ട് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് അതെല്ലാം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഡൈനിങ് ടേബിളും എല്ലാം ഉണ്ട് നമുക്കിവിടെ. ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ലൈറ്റും വരും. ഞങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു ദിവസം വന്നാൽ ഏകദേശം 4000 രൂപയുടെ അടുത്താണ് ഞങ്ങൾക്ക് 4 പേർക്ക് വന്നിട്ടുള്ളത്, പിന്നെ കുട്ടിയും. ഈ പ്രോപ്പർട്ടിയുടെ ഇൻറ്റീരിയറും അതേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. Airbnb വഴിയാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് നേരെ കാണുന്നതാണ് ബുക്കിത് ബിന്താങ് ഫുഡ് സ്ട്രീറ്റ്. നൈറ്റൊക്കെ അടിപൊളിയായിരിക്കും. നൈറ്റിൽ നമ്മൾ അവിടെയാണ് പോകുന്നത്. ആദ്യം നമുക്ക് ചൈന ടൗണിലേക്ക് പോവാം. ലിഫ്റ്റിലും എൻട്രൻസിലും എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ് ID വേണം. അതുകൊണ്ട് സെക്യൂരിറ്റിയുടെ കാര്യം പേടിക്കേണ്ട. നമ്മൾ സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചൈന ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് വന്നത്. ഞങ്ങൾ ഗ്രാബ് ആപ്പ് വഴി തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നോർമൽ മിനിമം ചാർജ് തന്നെ വന്നിട്ടുള്ളൂ. ചൈന ടൗണിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യാം. വലിയ ഡിസ്കൗണ്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, പക്ഷേ എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പ് തന്നെയാണ്. പിന്നെ കുറേ ഫുഡുകളെല്ലാം ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. ഞങ്ങളങ്ങനെ കുറച്ച് ഫുഡുകളാണ് ഇവിടുന്ന് മെയിനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഈ ഒരു ഐറ്റത്തിന് ഏകദേശം 180 രൂപയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഈ സാധനവും നന്നായിരുന്നു കേട്ടോ. 8 റിംഗറ്റ് സംതിങ് വന്നിട്ടുള്ളൂ. നല്ലതായിരുന്നു. ഇവിടെ ദീപാവലി സെലിബ്രേഷൻ ആയിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ പ്രോഗ്രാം. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ ഇതേപോലെ തന്നെയാണ് കുറച്ച് ഷോപ്പ് ചെയ്യാനുള്ളതും പിന്നെ ഫുഡുകൾ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസുകളാണ് ഉള്ളത്. അവിടെയും കുഴപ്പമില്ല, അത്യാവശ്യം ചീപ്പ് തന്നെയാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന സ്ഥലമാണ്. നമ്മളിനി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള ബുക്കിത് ബിന്താങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എന്തായാലും മലേഷ്യയിൽ ഇവിടെ കൊലാലംപൂർ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ വരണം. രാത്രി തന്നെ വരാൻ നോക്കുക. നല്ല അടിപൊളിയാണ്.
ഈ ദുറിയാൻ എന്ന് പറയുന്നത് മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. നല്ല എക്സ്പെൻസീവ് ആണ്, 1000-1500 രൂപയുടെ മുകളിലുണ്ട് ഒരു ഫ്രൂട്ടിന്. പക്ഷേ ഇത് ഒരുമാതിരി സ്മെല്ലാണ്, ആർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പല മോളുകളിലും ഹോട്ടലുകളിലും ഒന്നും നമുക്ക് എൻട്രൻസ് ഉണ്ടാവില്ല, അതവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട്, നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഐസ്ക്രീമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഐസ്ക്രീം വാനിലെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല. ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലാത്തവർ ഈ ഒരു ഐസ്ക്രീം കഴിക്കുകയാണ് നല്ലത്. ഒരുപാട് വെറൈറ്റി കബാബ്സും സോസേജസും എല്ലാം അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ ഏതായാലും കുറച്ചൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കി, എല്ലാം നന്നായിരുന്നു. നമ്മളെ നാട്ടിൽ ചക്കപ്പപ്പടമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി വെച്ചൊരു ചിക്കൻ്റെ ഒരു ഐറ്റം ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ്റെ മാത്രമല്ല, പോർക്കും ബീഫും എല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു വിയറ്റ്നാമി കോഫി ട്രൈ ചെയ്തു, അത് നന്നായിരുന്നു. പിന്നെ ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു അടിപൊളി ബർഗർ കിട്ടും, അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല വർത്താണ്. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിങ്ങിനായാലും ഭക്ഷണം കഴിക്കാനായാലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോളാണ് ബെർജയ ടൈം സ്ക്വയർ. ഇവിടെ എന്തായാലും ഒന്ന് വരണം, ഒരു അഡ്വഞ്ചർ പാർക്ക് എല്ലാം ഉണ്ട് ഇവിടെ, അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. ദീപാവലിയുടെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നിങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ലോയാറ്റ് എന്നൊരു മോളുണ്ട്, അവിടെയാണ് കുറച്ചും കൂടി ചീപ്പായിട്ട് എല്ലാ കുറേ ഐറ്റംസ് കിട്ടും അവിടെ. ആ മോൾ വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. നാളെ നമ്മൾ KL ടവറിലേക്കും പിന്നെ അതിന് മുകളിൽ ഒരു ഗ്ലാസ് ബോക്സും ഉണ്ട്, അങ്ങോട്ടുമാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു അടിപൊളി അക്വേറിയം ഉണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.